ചെറിയൊരു മുളങ്കുറ്റി. ഈ മുളങ്കുറ്റിയിൽ ഒരു ചെറുതേനീച്ച വന്ന് കയറിയത് വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കൊടുന്ന് വെച്ചതാണ്. ഏറ്റവും ചെറിയൊരു മുളങ്കുറ്റി കണ്ടോ, ചെറുതാണ്, ഏകദേശം എത്ര വലുപ്പമുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കണ്ടോ, ഇവിടെയൊക്കെ മെഴുക് തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെ ഈച്ച ഉണ്ടാവും എന്ന് കരുതണ്. ഇത് സംഭവം ഈ ഒരു കുറ്റിയിൽ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിതൊരു ബോക്സിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതിനെ എന്താണ് അവസ്ഥകളൊക്കെ നോക്കും ചെയ്യാം, തേനുണ്ടോ ഒക്കെ നോക്കാം. അപ്പോൾ ഇതിൽ വെച്ചിട്ട് കാര്യമില്ല, ഇതിൽ വെച്ചാൽ ഒരു വളർച്ച കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ബോക്സിലേക്ക് മാറ്റിയാൽ ഒന്നുകൂടി വളർച്ച കിട്ടും. അപ്പോൾ ഇത് ഒന്ന് പൊളിക്കാം. അപ്പോൾ അതിന് നമ്മളൊരു ബോക്സ് കൊടുത്തു. ഇങ്ങനെയുള്ള സ്ട്രോങ് കുറഞ്ഞ കോളനികളൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ബോക്സ് ആയിരിക്കും നല്ലത്. ഇത് ഒരു കൂട് ഉപേക്ഷിച്ച് പോയൊരു പെട്ടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ പെട്ടിയാകുമ്പോൾ എന്ത് കിട്ടും, ഒന്നുകൂടി വാക്സൊക്കെ ഒന്ന് സെറ്റപ്പാക്കി വെച്ച് നല്ല ഹീറ്റൊക്കെ കിട്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവർക്ക്. അപ്പോൾ ഈ ബോക്സിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. ഇതിൽ എന്താണ് അവസ്ഥകൾ അറിയില്ല. ഇതൊരു സംഭവം കാണില്ല. പൂമ്പൊടി തേനും മാത്രമേ ഉള്ളൂ. റാണില്ലാത്തത് കൊണ്ട് ആണ് ഇതിൽ മുട്ടകളൊന്നും കാണാത്തത്. ഇവിടെ ചെറിയ മുട്ടയുടെ വല്ല ഗ്യാപ്പുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫേക്ക് മുട്ടകളാണ്. ഗ്യാപ്പ് റാണി നഷ്ടപ്പെട്ടതാണിതിൽ. ഇത് ഓൾറെഡി വന്ന് കയറിയ കോളനിയാണ്. കുറേ ആയിട്ടുണ്ട് തോന്നുന്നത്. തേനും പൂമ്പൊടിയൊക്കെ നല്ലുണ്ട്. പക്ഷെ റാണി നഷ്ടപ്പെട്ടു പോയി. അപ്പം ഇതിലേക്ക് നമ്മൾ ഇനി എന്ത് ചെയ്യണം, വേറെ ഏതെങ്കിലും കൂട് പൊളിക്കുകയാണെങ്കിൽ അതിലേക്ക് മുട്ട വെച്ച് കൊടുത്താൽ മതി. മുട്ടയും റാണിഷെല്ലും വെച്ച് കൊടുക്കണം. അപ്പോൾ ആ കൂട് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുട്ടയും അതേപോലെ തന്നെ റാണിഷെല്ലൊക്കെ വെച്ച് കൊടുത്താലുള്ളൂ ആ കൂട് ഇനി നിലനിന്ന് പോവുള്ളൂ. അല്ലെങ്കിൽ അത് ഇങ്ങനെ കുറച്ച് തേനും പൂമ്പൊടിയൊക്കെ കൊടുന്ന് വെച്ചിട്ട് അതങ്ങനെ ഈച്ചകളെ കാലാവധി കഴിയുമ്പോൾ അതങ്ങനെ നശിച്ച് പോകും. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മുളങ്കുറ്റി എടുത്തു വന്നിട്ടുണ്ട്. അതിൽ ഈച്ചയും ഇതൊക്കെ ഉണ്ട്. നമുക്കിത് പൊളിച്ച് നോക്കാം. അതിൽ റാണിഷെല്ലും മുട്ടയും കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് വെച്ച് കൊടുക്കണം. വലിയ രീതിയിൽ മുട്ടകളൊന്നും ഇല്ലെങ്കിലും റാണിഷെല്ല് കാണുന്നുണ്ട്. അപ്പോൾ റാണിഷെല്ല് ഇതവിടെ ഇതാണ് റാണിഷെല്ല്. നമുക്ക് ഇത് തുറന്ന കാര്യം സക്സസ് ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുന്ന് കുറച്ച് മുട്ടയും കുറച്ച് പുതിയ മുട്ടയും പഴയ മുട്ടയൊക്കെ എടുത്തിട്ട് ഇതിലുള്ള തേനും എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിലേക്ക് തേന് നമുക്ക് എടുക്കാം, മുട്ടയും കുഞ്ഞുങ്ങളും ഇതൊക്കെ നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മളൊരു പാത്രം കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ റാണിഷെല്ല് പരിക്ക് പറ്റാത്ത രീതിയിൽ എടുക്കണം. ഇതാണ് റാണിഷെല്ല്. ഇത് നമ്മൾ സേഫായിട്ട് വെക്കുക. ഇനി കുറച്ച് മുട്ടകൾ എടുക്കണം. ഇപ്പോൾ മുട്ടകൾ എടുക്കുമ്പോൾ നമ്മൾ റാണി അതിൽ ഉൾപ്പെടുന്നുണ്ടോ നോക്കണം. റാണി ഇല്ലാതാണ് നമ്മൾ ഇതിന് പോകാം, അല്ലെങ്കിൽ ഈ കോളനി നഷ്ടപ്പെടും. റാണിയെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മുട്ട കൊണ്ട് എടുക്കുകയാണ്. വേറെ റാണിഷെല്ല് ഉണ്ടെങ്കിൽ അതും കാണാൻ പറ്റും. വേറൊരു ഷെല്ലും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ അപ്പോൾ ഇങ്ങനെ മുട്ട മാറ്റുമ്പോൾ നമുക്ക് വേറെ ഷെല്ലുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഷെല്ലും കൂടി നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഇതെന്തായാലും പിരിക്കൽ പോസിബിൾ അല്ല. പിരിക്കാനുള്ളൊരു ഈച്ചയും ഇതൊന്നും കാണുന്നില്ല. വേറെ ഏതെങ്കിലും റാണി ഷെല്ല് നഷ്ടപ്പെട്ട കൂടുകൾക്കൊക്കെ വെച്ചിരിക്കും. അപ്പോൾ ഒന്ന് കിട്ടി.
നമ്മൾ എടുത്ത മുട്ടകളിൽ റാണിന്തോ ഒന്നുകൂടി ചെക്ക് ചെയ്യണം, നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും ഇത് പഴയ മുട്ടയാണ്. ഇത്ര മുട്ട പഴയ മുട്ട മതി. ഇനി പുതിയ കുറച്ച് മുട്ട കൂടി അഥവാ റാണി ഷെല്ല് സക്സസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയ ഷെല്ലുകളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പുതിയ മുട്ട നല്ലതായിരിക്കും. ഇത് മതിയാവും ആ കൂട്ടിലേക്ക്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലെല്ലാം തേനെടുത്ത് ഇത് അടച്ചു വെക്കാം. തിരിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ പണി കഴിഞ്ഞു. ഇനി ഇത് അടച്ചു വെക്കുകയാണ്. ഇത് ഇനി അതേപോലെ തന്നെ ഇതിന് സെറ്റാവും. അപ്പോൾ നമ്മൾ മുളങ്കുറ്റിൻ്റെ അടുത്തെത്തി. ഇതൊന്നുകൂടി തുറക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഇതിലുള്ള കുറച്ച് പൂമ്പൊടി കുറച്ച് തേനും എടുക്കണം. അല്ലെങ്കിൽ പൂമ്പൊടി എടുക്കണം. തേനെടുത്താൽ ചിലപ്പോൾ ഇതിൽ കാവലിച്ച് പോകും. പൂമ്പൊടി എടുക്കാം നമുക്ക്. അപ്പോൾ പൂമ്പൊടി നമുക്ക് കുറച്ചെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ മുളങ്കുറ്റിയിൽ തന്നെ വെക്കണമെന്ന് കരുതിയിരുന്നു. പക്ഷെ അത് പൂമ്പൊടി എടുത്ത് മാറ്റിയിട്ടും ഗ്യാപ്പ് വല്ലാതെ കാണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു ബോക്സ് നേരത്തെ കൊടുക്കുന്ന ബോക്സ് എടുത്തിട്ടുണ്ട്. ബോക്സിലേക്ക് തന്നെ മാറ്റുള്ള തീരുമാനമായി. അപ്പോൾ ഇനി ഇതിലേക്ക് വെക്കാം നമുക്ക് മുട്ടയും ഇതൊക്കെ. അപ്പം ഇനി പാറി നടക്കുന്ന ഈച്ചകൾ അതിലേക്ക് കയറിക്കോളും. അപ്പോൾ ആദ്യം മുട്ട വെച്ച് കൊടുക്കാം. ഇവിടെ പഴയ മുട്ട വെച്ചു. പുതിയ മുട്ട വെക്കുന്നു. ആദ്യം എടുത്ത വിരിയാറായ മുട്ടയാണ് ഇത്. കണ്ടോ, ഇത് ഏകദേശം വിരിയാറായിട്ടുണ്ട് മുട്ട. ഇതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ മനസ്സിലാവും, കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയാണ് നമ്മളതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. റാണിഷെല്ല് വെച്ചു. ഇനി ഇതിലേക്ക് പൂമ്പൊടി തേനും വെച്ച് കൊടുത്താൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. കുറച്ച് പൂമ്പൊടി വെച്ച് കൊടുക്കാം. കുറച്ച് തേനും വെച്ച് കൊടുക്കാം. മഴക്കാലം വരുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ തേൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ചെറിയ കൂടുകളൊക്കെ സ്ട്രോങ് ആക്കി എടുക്കൽ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞു. പൂമ്പൊടിയും തേനും ഇതൊക്കെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് പതുക്കെ അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഈ പാറ നടക്കുന്ന ഈ ചെളൊക്കെ ഇതിലേക്ക് കയറിയാൽ ഈ കോളനി സെറ്റാവും.